ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ വീട്ടിലെ ജോലികൾ മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളെ ക്ലീനിങ്ങും മുറ്റടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ. ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും കേട്ടോ. നമ്മൾ വെള്ളിയാഴ്ച ആകുമ്പോൾ നമ്മളങ്ങനെ സാധാ ചോറുമ്പൊക്കെ അങ്ങനെ തിരിയലില്ല കേട്ടോ. എന്തെങ്കിലും നെയ്ച്ചോറോ ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊന്നും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനമാണല്ലേ. വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മൾ ആ ദിവസത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടായിരിക്കും നമുക്ക് നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ വെള്ളിയാഴ്ചക്ക് ആവുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട് പള്ളീന് ചാരിയായതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചക്ക് ജുമ്മയ്ക്ക് ആളുകൾ വരുന്നതും പിന്നെ പള്ളിയിൽ നിന്നും ബാങ്കും നിസ്കാരത്തിൻ്റെ കാര്യങ്ങളും ദുആവും ഒക്കെ കേൾക്കുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളിയാഴ്ച എന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒത്തിരി സന്തോഷം കടന്നു വരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മുറ്റം ക്ലീൻ ചെയ്യാൻ ഇറങ്ങി. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കിച്ചണത്തെ പണി കഴിഞ്ഞിട്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങിയാൽ. ഇന്ന് ജുമ്മ ആയതുകൊണ്ട് തന്നെ ഒരു 10:30 മുതലേ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്തേക്കൊന്നും നമ്മൾ ആ ഭാഗത്തേക്ക് അങ്ങനെ പോകലില്ല. അപ്പോൾ അത് ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ ആ മുറ്റത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് അകത്തേക്ക് കയറുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, നെയ്ച്ചോറ് മന്തി അങ്ങനത്തെ എന്തെങ്കിലും ആകുമ്പോൾ അതൊക്കെ പെട്ടെന്നാണല്ലോ. നമ്മൾ സാധാ കറിയും ചോറും ഉണ്ടാക്കുന്നതിനേക്കാൾ ഈസിയാണ് കേട്ടോ നമ്മളിങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ആദ്യമൊക്കെ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പണിയായിരുന്നു. ഇപ്പോൾ അതേപോലെയല്ല. ഇപ്പോൾ ബിരിയാണിയൊക്കെ നമ്മൾ മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കും കേട്ടോ. എനിക്ക് തോന്നുന്നത് കൂടുതൽ സമയം വേണ്ടത് നമുക്ക് നമ്മുടെ സാധാ ചോറും കറിയും ഉപ്പേരിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബാനോട് പറഞ്ഞിരുന്നു കുറച്ച് ചിക്കൻ കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഈ കപ്സ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ അറേബ്യൻ കപ്സ മധൂത്ത് അതൊക്കെ അതേപോലത്തെ ഒരു ടേസ്റ്റിൽ റൈസാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ നമ്മൾ നമ്മളതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ലുലേനെ സ്കൂളിലേക്കൊന്ന് ആക്കി വരും. അപ്പോഴത്തേക്കും മോൻ എണീറ്റുണ്ട്. മോൻ ചിലപ്പോൾ ഈ സമയമൊക്കെ ആവട്ടോ എണീറ്റ് വരാൻ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കുമ്പോൾ ഊഞ്ഞാലിൻ്റെ കമ്പി ഉണ്ടല്ലോ, അതിമൊക്കെ ഇത്തിരി മാറാല വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങോട്ട് തട്ടി കൊടുത്തു കേട്ടോ. എവിടെയാണോ നമ്മൾ മാറാല കാണുന്നത് അപ്പോൾ ആ സ്പോട്ടിൽ വന്നിട്ട് തട്ടി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ മാറാലിൻ്റെ ആ വിഷമതയൊന്നും നമ്മളെ ബാധിക്കാറില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാതെ ആ ഭാഗത്തേക്ക് നോക്കാതെ നിന്നാലാണ് നമുക്ക് ആകെ എന്തോ അൽക്കുൽക്കായി കിടക്കട്ടോ നമ്മളെ വീട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ മാറാലെ കാണുകയെന്നുണ്ട് വെച്ചാൽ രാത്രി കാണുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് തട്ടാൻ നിൽക്കണ്ട. ആ സമയത്ത് രാവിലെ നമ്മൾ ഓർത്ത് വെക്കുക, ഇന്നലെ നമ്മളവിടെ കണ്ടിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ ആ രാവിലെ തന്നെ നീറ്റപാടെ പോയിട്ട് അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ വൃത്തികേടാവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാതിരിക്കുക. നമ്മളെ നമ്മളെ സമയം നമ്മളായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ തട്ടി കൊട്ടി അടിച്ച് വാരി തോത്തി കൊണ്ട് നടക്കണം എന്നല്ല കേട്ടോ. നമ്മൾക്ക് അറിയാലോ, എന്തെങ്കിലും സാധനം നിലത്ത് വീണ് കിടന്നാൽ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ അത് എടുത്ത് വെക്കാൻ നോക്കുക. നമ്മളെ ബെഡ്ഷീറ്റ് ഒന്ന് ചുളിഞ്ഞ് പോയാൽ നമ്മളതൊന്ന് ശരിയാക്കിയിടാൻ നോക്കുക. മക്കൾ അവിടെ ചാടി മറിച്ച് കളിച്ച് കഴിഞ്ഞാൽ അവരത് ചിലപ്പോൾ അങ്ങനെ കെട്ടുപോരും. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാതിരിക്കുക. നമ്മൾ വേഗം തന്നെ പോയിട്ട് നമ്മൾ മടിയൊന്നും വിചാരിക്കേണ്ട, നമ്മളത് പോയിട്ട് ക്ലീൻ ചെയ്യുക. കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്നില്ല നമ്മൾ ഉൾക്കൊള്ളുക കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ അടിച്ചു വരാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ കട്ടിലിൻ്റെ അടിക്കൊക്കെ നമ്മൾ അങ്ങോട്ട് ചൂലൊക്കെ എത്തിച്ച് കൊടുക്കലാണ് കേട്ടോ. ഈ ഫാനൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ മുടിയൊക്കെ നമ്മളെ ഈ എല്ലായിടത്തും പാറിപ്പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര അടിച്ചു വാരിയാലും തുടക്കുമ്പോൾ വീണ്ടും കണ്ടോ അടിയിൽ വെള്ളം ആയതുകൊണ്ട് പറയുകയും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല എത്ര ക്ലീൻ ചെയ്താലും നമുക്ക് ഈ മുടിൻ്റെ പ്രശ്നം ഒരുപാട് വരലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചൂലുകൊണ്ട് ഒത്തിരി സമയം ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അരിവും മുക്കും മൂലയും ഒക്കെ തട്ടി നമ്മളിങ്ങനെ അടിച്ചു കൊണ്ടുവരും കേട്ടോ. എന്നാലും പിന്നെ തുടക്കുമ്പോൾ ഈസി ആയിരിക്കും. മറ്റേത് വേറെ കളറൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ചെറിയ കച്ചറകളും മുടികളും ഒന്നും കാണാതെ വരും കേട്ടോ. പക്ഷേ വൈറ്റുമ്മ അങ്ങനെയല്ല, നമ്മൾ എന്താണെങ്കിലും അത് പെട്ടെന്ന് തന്നെ കണ്ടെത്തും കേട്ടോ. പിന്നെ അങ്ങനെ കാണുമ്പോൾ നമുക്കത് എന്തോ പോലെ തോന്നുന്നതുകൊണ്ട് തന്നെ നമ്മൾ അടിച്ചു വരുമ്പോൾ അതിൻ്റെതായ അന്തസ്സിൽ അടിച്ചു വരലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് തുടക്കാൻ ഈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടക്കാൻ ഈസി ഉള്ളൊരു കാര്യമാണ് കേട്ടോ. ഏതായാലും അൽഹംദുലില്ലാ ഇന്നത്തെ വെള്ളിയാഴ്ചക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്ലീനിങ്ങിനൊന്നും കൂടുതൽ നമ്മൾ കെട്ടിമറിയാതിരിക്കട്ടോ. ഈ നല്ല നല്ല ദിവസങ്ങൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയാനും സങ്കടങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ ഉള്ള ദിവസങ്ങളാണ് കേട്ടോ ഈ വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാവുന്നൊക്കെ. നമ്മളിൽ അങ്ങനെയാണല്ലോ. അതൊക്കെ അറിയുന്നവർക്കറിയും അതിൻ്റെ പ്രാധാന്യം നമ്മൾ അത്രത്തോളം കാത്തു സൂക്ഷിക്കട്ടോ. കാരണം നമ്മൾ പഠിച്ചവനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ സങ്കടങ്ങൾ തുറന്ന് പറയാം. നമ്മൾ വേറൊരാളുടെ മുന്നിൽ നമ്മുടെ സങ്കടങ്ങൾ അവതരിപ്പിക്കാതിരിക്കുക. കാരണം ഒരാളോട് നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ അതങ്ങനെ മറ്റൊരാളോട് പറഞ്ഞ്
മറ്റൊരാളോട് പറഞ്ഞ് വ്യാപിക്കുക എന്നല്ലാതെ അതിനൊരു പരിഹാരം നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ നമ്മളും നമ്മുടെ മുന്നിൽ നമ്മൾക്ക് പറയാനുള്ള ഒറ്റൊരാൾ അള്ളാഹു ആണല്ലോ. അപ്പോൾ അള്ളാഹുവിനോട് നമ്മളെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറയട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ അതിനും നമ്മൾ സന്തോഷം പറയട്ടോ. നമ്മൾ വെറും സങ്കടങ്ങൾ മാത്രം അവതരിപ്പിക്കാതിരിക്കുക. കാരണം നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോഴാണ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എത്രത്തോളം നമ്മൾ സുഖത്തിലാണ് കഴിയുന്നത് എന്നുള്ളത് അറിയാം. അപ്പോൾ നമ്മൾ സന്തോഷം വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അള്ളാഹുവിനോട് അടുക്കുക. സങ്കടം വരുമ്പോഴും തന്നെ നമ്മൾ അള്ളാഹുവിനോട് അടുക്കുക. നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് തുറന്ന് പറയട്ടോ. മറ്റുള്ളവരോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ നമ്മളൊരു കളിയാക്കുന്ന കഥാപാത്രങ്ങൾ ആയി മാറാതിരിക്കുക. അപ്പോൾ ഏതായാലും ഇതാ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് 2 തക്കാളി എടുത്തിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പുഴുങ്ങിയെടുത്ത് തക്കാളി തണുത്തതിന് ശേഷം നമ്മൾ 2-3 വെളുത്തുള്ളി അല്ലി ഇട്ടിട്ട് നല്ലോണം നരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കുക്കറിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിലിന് ഉപയോഗിക്കാൻ നോക്കട്ടോ. ടേസ്റ്റ് കിട്ടണമെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നല്ലത്. അങ്ങനെ അതിലേക്ക് ഒരു സവാളിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചുവപ്പ് നിറാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ചെറുതായി തീയിട്ടിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കുക കേട്ടോ. നമ്മൾ നല്ലോണം ചൂടാക്കിയിട്ട് അങ്ങോട്ട് കരിഞ്ഞ് പോകാത്ത രീതിയിൽ ഇങ്ങനെ ഈ ഉള്ളി ചോക്കണ കളർ ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ റൈസിന് ഒരു റെഡ് കളറാണല്ലോ വരിക. അങ്ങനെ കിട്ടും. ഏതായാലും ഇതാ നമ്മൾ അതൊന്നും ഇങ്ങനെ മൂത്ത് വന്നപ്പോൾ നമ്മൾ തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളി നമ്മൾ പുഴുങ്ങി ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണേക്കാൾ നമുക്ക് ടിന്നിലൊക്കെ വരും കേട്ടോ. നല്ല റെഡ് കളർ തക്കാളി അത് മേടിക്കുകയാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ ഈ കളർഫുൾ ആയിട്ടുള്ള റൈസ് കിട്ടുക. പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ അളന്നെടുത്ത വെള്ളം ഉണ്ട് കേട്ടോ. ബസുമതി റൈസ് റെഡാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ആദ്യത്തെ 1.5 കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അറേബ്യൻ മസാല ഉണ്ടല്ലോ അതും ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നല്ലോണം ഒന്ന് മൂടി വെക്കുക. നമ്മൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഈ മസാലയ്ക്ക് വെള്ളത്തിൽ നല്ലോണം ഒന്ന് പിടിക്കട്ടെ കേട്ടോ. ആ സമയത്താണ് നമ്മൾ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഈ വെള്ളം നമ്മൾ തിളക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ കുക്കർ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് ഇതാ നമ്മൾ ചിക്കനൊക്കെ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. അപ്പോൾ സ്കിന്നോട് കൂടിയ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്കിന്നോട് കൂടിയ ചിക്കനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തത് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം പിന്നെ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ചിക്കനൊക്കെ ഒരു 3/4 വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 കപ്പ് റൈസിന് 1.5 കപ്പ് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം നില കണക്കിലാണ് കേട്ടോ നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. അരിയും വെള്ളം എടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം ഉപ്പ് ഒന്നും കൂടി നോക്കട്ടോ. കാരണം അരി ഇട്ടിട്ട് ഒന്ന് തിളച്ചിട്ട് വീണ്ടും ഒന്ന് ഉപ്പ് നോക്കണം കേട്ടോ. കാരണം അപ്പോഴാണ് ഉപ്പിൻ്റെ ശരിയായ കണക്ക് നമുക്ക് കിട്ടട്ടോ. പിന്നെ നമുക്കറിയാലോ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം ഉപ്പാണെന്നാണ്. ഒരുപാട് സമയം നമ്മൾ കിച്ചണിൽ പയറ്റിയ ആൾക്കാരല്ലേ. അപ്പോൾ നമുക്ക് അതൊക്കെ അറിയായിരിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അടച്ച് വെച്ചിട്ട് ഇതാ ചിക്കനും റൈസും ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അരിയും ചിക്കനും ഒക്കെ ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് കേട്ടോ നമ്മൾ അതിലേക്ക് വിസിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വിസിലിട്ട് കൊടുക്കുമ്പോൾ ഒരു വിസിൽ മതിയാവും. കാരണം ഞാനൊരു അരമണിക്കൂറോളം നമ്മൾ അരി കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു വിസിലൊക്കെ മതിയാവും കേട്ടോ റൈസ് വെന്ത് കിട്ടാൻ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ 2 വിസിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു വിസിലിട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ യഥാർത്ഥ കണക്കിൽ വെന്ത് കിട്ടലുണ്ട് കേട്ടോ. ഏതായാലും ഉപ്പ് ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് പിന്നെ നമ്മൾ കുക്കർ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഈസിയാണ് ഇങ്ങനത്തെ റൈസൊക്കെ ഉണ്ടാക്കാൻ. നമുക്ക് ഒരുപാട് കൊത്തിയരിഞ്ഞ് ഉണ്ടാക്കുന്ന റൈസിനേക്കാൾ നല്ലതും നമുക്ക് പെട്ടെന്ന് മക്കൾക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോളി. നമുക്ക് എന്താ പറയുക അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസ് തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ വിസിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുക്കറൊക്കെ ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ തീയൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് നമ്മുടെ അടുത്ത പരിപാടികൾ നോക്കാണ്ടോ. പിന്നെ എനിക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയിട്ട് അലക്കിയെടുത്തിട്ട് അതൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ് കേട്ടോ. വെള്ള ഡ്രസ്സ് ഞാൻ പറയല്ലോ 1-2 ദിവസം 2 കേട്ടോ ഒരു കുറച്ച് ദിവസം ആകുമ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ ഒന്നിച്ച് അലക്കിയെടുക്കൽ. ബാക്കി ഞാൻ എന്താ പറയുക ഈ വെള്ള ഡ്രസ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അലക്കിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളർ കഴിയുമ്പോൾ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരുപാട് ഷർട്ടുകൾ ഇങ്ങനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അങ്ങനെ അങ്ങനെ ആയാലും പിന്നെ ഞാൻ അത്ര ഒരു മൈൻഡ് ആക്കിയിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നി നല്ല ഷർട്ടുകൾ ഇങ്ങനെ കിടന്ന് പോകാട്ടോ. എന്തെങ്കിലും കളറായാൽ പിന്നെ ഇവരൊന്നും ഇടൂലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളം മാത്രം ഒരു ദിവസം അലക്കിയെടുക്കാണ്ടോ. അങ്ങനെ ചിലപ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ അങ്ങനെ. അപ്പോൾ 1, 2, 3 ആകുമ്പോൾ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഒരു 5-6 എണ്ണം ആകുമ്പോൾ ചെയ്യും കേട്ടോ. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജുമയൊക്കെ കഴിഞ്ഞ് ഇബ്ബത്താനായിട്ടുണ്ട് കേട്ടോ. പിന്നെ നിസ്കരിക്കലും പ്രാർത്ഥനയും ഓതലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ദിവസമാണ് കേട്ടോ. ആ ദിവസത്തിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുക. നമ്മൾ അള്ളാഹുവിനോട് അടുക്കട്ടോ. ഏറ്റവും കൂടുതൽ നമ്മുടെ സങ്കടങ്ങൾ തുറന്ന് പറയാം. നമ്മുടെ ജീവിതത്തിൽ
ജീവിതത്തിലൊരു മുന്നേറ്റവും വിജയം ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. അത് ഏത് മതസ്ഥരായിക്കോട്ടെ, നമ്മൾ അവരോട് തുറന്ന് പ്രാർത്ഥിക്കട്ടോ. നമ്മൾ രാവിലെ പുലർച്ചെ നമ്മളതിലാണെന്നെങ്കിൽ സുബഹി നിസ്കരിക്കാനൊക്കെ എണീക്കണതിൻ്റെ മുന്നേ നീച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക, നമ്മളെ സങ്കടങ്ങൾ പറയട്ടോ. എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന വിജയത്തിലൊക്കെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ നല്ല ചെയ്യണത് നല്ലതെന്നല്ല, നമ്മൾ ആരെയും ഇതുവരെ ബുദ്ധിമുട്ടിക്കാനോ ഇടങ്ങേറാക്കാനോ ഒന്നും പോവലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക, നമ്മൾ ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. നമ്മൾ ഉപദ്രവിക്കുന്നത് ആരാണെങ്കിലും അവർ ഉപദ്രവിച്ചോട്ടെ എന്ന് വിചാരിക്കുക. കാരണം അവർക്ക് അള്ളാഹു അതിനനുസരിച്ചുള്ള പ്രതിഫലം കൊടുത്തോളൂ. നമ്മൾ ഒരാളോട് വാശി പിടിച്ചിട്ട് അങ്ങോട്ട് എതിർത്ത് നിൽക്കാതിരിക്കാൻ നോക്കട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ വെള്ളിയാഴ്ച ദിവസം നമുക്ക് അത്രക്കും പ്രാധാന്യം കൊടുക്കട്ടോ. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ അതിലേക്ക് ഞാനൊരു തക്കാളി ചട്നിയും ഉണ്ടാക്കിയിരുന്നു. ഇതാണ് കേട്ടോ നിങ്ങൾ ചോദിച്ച ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ ഓക്കെ, താങ്ക്